നല്ല ടേസ്റ്റുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് സമയം ഇതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരുമെങ്കിലും നല്ല ടേസ്റ്റോട് കൂടി തന്നെയുള്ള ഒരു കടലക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. കുതിർത്തെടുത്ത കടലയാണിത്. നല്ല കറുത്ത കടല തന്നെയാണ്. രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച് കാലത്താണ് ഇപ്പോൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു ഉള്ളി, ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഉറപ്പായും ഇട്ട് കൊടുക്കണം, അത് ഒഴിവാക്കരുത്, എങ്കിലേ കറിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് സ്റ്റവിൽ വെച്ച് ഒരു 2-3 വിസിൽ വരുമ്പോഴത്തേന് റെഡിയായി കിട്ടും. ഇനി തേങ്ങ വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എല്ലാം നല്ല പോലെ കട്ട പിടിച്ചിരിക്കുകയാണ്, തണുപ്പായതുകൊണ്ട് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. തേങ്ങ വറുത്തരച്ച് കടലക്കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നിങ്ങൾക്ക് തേങ്ങ വറുത്ത് കറി വെക്കാനുള്ളൊരു സമയമില്ലെങ്കിൽ മുളകും പൊടിയും മല്ലിപ്പൊടിയും ഈ സ്ഥാനത്ത് തേങ്ങയ്ക്ക് പകരം മുളകും പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഇതേപോലെ വറുത്തിട്ട് അത് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ അത് നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എരിവില്ലാത്തതാണ്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കടലക്കറിക്ക് അധികം എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. എരിവ് മുന്നിൽ നിൽക്കരുത്, തേങ്ങ തന്നെ മുന്നിൽ നിൽക്കണം, എങ്കിലേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണതിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോവും. കടലക്കറി ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. കുക്കർ വേറൊരു ആവശ്യത്തിന് വേണം, അതുകൊണ്ട് തന്നെ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ കറിയെല്ലാം കുറുകി വരാനുള്ളൊരു വെള്ളം ഇതിലുണ്ട്. ഇനി ഇതിൽ കിടന്ന് നല്ല പോലെ തിളച്ചിട്ട് വേണം ഇത് കുറുകി വരണം, എങ്കിലേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അരപ്പെല്ലാം ചേർത്ത പാടന്നെ തിളച്ച് കഴിഞ്ഞ പാടന്നെ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്ക് ഒരു ടേസ്റ്റും വരില്ല. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ ഇതിൽ കിടന്ന് ഒന്ന് വറ്റി വരണം. അപ്പോൾ അത് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഒരു 6 മിനിറ്റോളം എടുത്ത് എനിക്കിത് കുറുകി വരാനായിട്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നേ വേണമെങ്കിൽ മുന്നേ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ അരപ്പെല്ലാം ഇതിൽ കിടന്ന് നല്ല പോലെ തിളച്ച് ഒന്ന് വറ്റി വരുമ്പോഴുള്ള കടലക്കറിക്ക് ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കറിയെല്ലാം നല്ല പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് എടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒത്തിരി അങ്ങോട്ട് വെള്ളം പോലെ ആക്കി കളയരുത്. ഇപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് കറിയെല്ലാം. അതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ ഉള്ളിയെല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് വറുത്തിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം. പക്ഷേ ചെറിയ ഉള്ളി ഇട്ടിട്ടുള്ള വറവിട്ട് കൊടുത്തിട്ടുള്ള കറിക്ക് ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ആ കറിയിൽ കെടുക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരുവിധം എല്ലാ കറിയിലും തേങ്ങാക്കൊത്തെല്ലാം ചേർക്കാറുണ്ട്. അത് ഒത്തിരി അങ്ങോട്ട് വറുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ തേങ്ങ വറുത്ത് അരച്ച് വെക്കാത്ത കറിയാണെങ്കിൽ മുളകും പൊടിയും മല്ലിപ്പൊടിയും
വെളിച്ചെണ്ണയിൽ ഇതേപോലെ വഴറ്റിയിട്ട് കടലയിലെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ വറവിട്ട് കൊടുത്തു കഴിഞ്ഞാലും ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ച് സമയം ഇതിനായിട്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും. ഇപ്പോൾ രാവിലെയൊക്കെ എണീറ്റിട്ട് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ തലേ ദിവസം രാത്രിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. കാലത്ത് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പുട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത്. പിന്നെ അപ്പം, ചോറ് എല്ലാത്തിലേക്കും കഴിക്കാം. എങ്കിലും പുട്ടിലേക്കാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.